എന്താണ് നിങ്ങളുടെ ഇങ്ങനെ ഒരു പ്രതിഷേധത്തിന് കാരണം എന്താ? അത് നമുക്കറിയാം. ഇത്രയും നാളായിട്ട് നമ്മൾ വാർത്തകളിലൊക്കെ കാണുന്നതാണ്. മനുഷ്യനായിട്ട് പോലും പരിഗണിക്കാൻ വേണ്ടി പറ്റാത്ത ഒരു വ്യക്തിയാണ് നമ്മൾ ഈ കാണുന്നത്. അയാൾ ചെയ്ത പ്രവർത്തികൾ നമുക്കറിയാം. ഒരു പെൺകുട്ടിയോട് മോശമായിട്ട്, ഒരു പെൺകുട്ടി എന്നല്ല ഒരുപാട് പെൺകുട്ടികളോട് മോശമായിട്ട് പെരുമാറുകയും അതോടൊപ്പം തന്നെ വയറ്റിലിരിക്കുന്ന കുഞ്ഞിനെ പോലും നശിപ്പിച്ചു കളയണം എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് എത്രത്തോളം മനുഷ്യപ്പറ്റില്ലാത്ത ഒരു വ്യക്തിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇത് എന്റെയോ അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന എന്റെ പാർട്ടിയുടെയോ മാത്രം ഒരു പ്രതിഷേധമല്ല, നമ്മൾ പെൺകുട്ടികളുടെ പ്രതിഷേധമാണ്. ഇത് എത്രത്തോളം നീചമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് അയാൾ ചെയ്തത് എന്ന് വ്യക്തമാക്കുക എന്നുള്ളതാണ്, അത് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു പ്രതിഷേധത്തിലൂടെ നമ്മൾ മുന്നോട്ട് വെക്കുന്ന കാര്യം എന്ന് പറയുന്നത്. പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്നുണ്ടോ? വലിയ അമർഷമുണ്ടോ? എല്ലാവർക്കും ഉണ്ട്. ഇപ്പോ ഈ എല്ലാ പെൺകുട്ടികളെ സംബന്ധിച്ച് മുഴുവൻ പെൺകുട്ടികളുടെയും ഒരു ഇതായിരിക്കും ഇങ്ങനെ മോശമായിട്ട് അപമര്യാദയായിട്ട് പെരുമാറുന്ന അവർക്കെതിരെ പ്രതികരിക്കുക എന്ന് പറയുന്നത്. പലപ്പോഴും പ്രതികരിക്കാത്ത പെൺകുട്ടികൾ പോലും, അതായത് പ്രതികരിക്കാത്ത സമൂഹത്തിൽ നിന്ന് മാറി ഇന്ന് പെൺകുട്ടികൾക്ക് എവിടെ വേണമെങ്കിലും സംസാരിക്കാം. അവർക്കെതിരെ വരുന്ന കുറ്റങ്ങൾ, അതുപോലെ അവർക്കെതിരെ വരുന്ന ആക്ഷേപങ്ങൾക്കെതിരെ അതുപോലെ തന്നെ പ്രതികരിക്കാനുള്ള ഒരു ഇടം ഇന്ന് സമൂഹത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ശബ്ദമുയർത്തുക എന്നുള്ളത് പെൺകുട്ടികളുടെ ഒരു അവകാശം തന്നെയാണ്. അമർഷം ഇങ്ങനെ ആളി പടരുകയാണോ ശരിക്കും? ഇപ്പൊ നല്ല രീതിയിൽ തന്നെ ആളി പടരുന്നുണ്ട്. കാരണം എല്ലാ കുട്ടികളും നല്ല രീതിയിൽ തന്നെ ഇതുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇത്തരം ആളുകളൊക്കെ രാഷ്ട്രീയത്തിൽ തന്നെ ഒരു അപമാനമായി മാറും. അതുകൊണ്ട് തന്നെയാണ്, അതായത് ഒരു ജനപ്രതിനിധിയാണ് ഈ ഒരു അവസ്ഥയിലേക്ക് വന്നത്. അപ്പോൾ ഒളിച്ചോടി താമസിക്കുന്ന ഇവരെ പോലെയുള്ളവരെ ഞങ്ങളുടെ മുന്നിലേക്ക്, പെൺകുട്ടികളുടെ മുന്നിലേക്ക് തന്നെയാണ് ശരിക്കും ഇട്ട് തരേണ്ടത്. ഇതുപോലത്തെ ജനപ്രതിനിധികൾ ഈ നമ്മുടെ നാടിനും എല്ലാത്തിനും ദോഷം തന്നെയാണ്. വലിയ ജനറോഷൻ തന്നെയാണ്. കാരണം ഈ ഇന്ന പാർട്ടി എന്നില്ല, കാരണം ഇപ്പൊ ഒരു പെൺകുട്ടി എന്ന നിലയിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനോട് ഭയങ്കരമായിട്ടുള്ള പ്രതിഷേധം ഉണ്ട് എല്ലാവരും. ഇങ്ങനെ ആ പ്രതിഷേധം ഇങ്ങനെ ആളി കത്തുകയാണല്ലോ ശരിക്കും. തീർച്ചയായിട്ടും. കാരണം പെൺകുട്ടികൾ ഇത്തരം ഒരു എന്താ പറയാ, ഇത്തരത്തിലുള്ള ഒരു സ്വഭാവം തീർച്ചയായിട്ടും ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയൊക്കെ ഇത്രത്തോളം ഉപയോഗിക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രതികരിക്കുക തന്നെ ചെയ്യും. കാരണം ഇന്നത്തെ സമൂഹം ഒരിക്കലും അത് അംഗീകരിക്കില്ല. പ്രത്യേകിച്ച് പെൺകുട്ടികളെ മുന്നിട്ട് നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ അതിനെതിരെ തീർച്ചയായും പ്രതികരിച്ചു. ഷാഫി പറമ്പിലാണല്ലോ സംരക്ഷകൻ. ഷാഫി പറമ്പിലിനെതിരെയും ഈ പ്രതിഷേധം ഇങ്ങനെ നിങ്ങൾക്കിടയിലൊക്കെ ഉണ്ടോ ശരിക്കും? തീർച്ചയായിട്ടും. ഇവര് കൂട്ടായിട്ട് നടത്തുന്നതാണോ അതൊന്നും നമുക്കറിയില്ല. പക്ഷെ എന്ത് തന്നെയായാലും ഇതിന് പിന്നിൽ ആരൊക്കെയാണ് അവരൊക്കെ പുറത്തു വരണം. അവരൊക്കെ അർഹിക്കുന്ന ശിക്ഷ എന്താണോ അത് ഉറപ്പായിട്ടും അവർക്ക് കിട്ടണം തന്നെയാണ് ഒരു പെൺകുട്ടി എന്ന നിലയിൽ, ഒരു സമൂഹത്തിന്റെ പ്രതിനിധി എന്ന നിലയിൽ എനിക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത്. ഒളിവിലാണ് ഒരു MLA. അതെ അതെ. നാണക്കേടാണോന്നോ, അതിലും വലിയ നാണക്കേട് വേറെ. ചെയ്ത തെറ്റിനാണ് ഒളിവിൽ പോയിരിക്കുന്നത്. അത് സമ്മതിക്കോടും ചെയ്യാനാണ് ഒളിവിൽ പോയിരിക്കുന്നത്. അപ്പോ അതിലും വലിയ ഒരു നാണക്കേട് വേറെ എന്താ ഉള്ളത്? രാജിവെക്കുക, അത്ര ഇതിനുള്ള ഒരു ഇതായിട്ട് പറയാൻ വേണ്ടിയിട്ടുള്ളൂ. എന്തായാലും രാജിവെക്കണം. ഇത്രയും മോശമായിട്ട് ചെയ്ത, ഇത്രയും വൃത്തികെട്ട ഒരു പ്രവൃത്തി, പ്രത്യേകിച്ച് ഒരു പെൺകുട്ടികളോട് ചെയ്ത ഒരു വ്യക്തിക്ക് എന്ത് അർഹതയാണുള്ളത് ആ ഒരു നിലയിൽ ഇരിക്കാൻ വേണ്ടിയിട്ട്? രാജിവെക്കുക, അത്രയേ ഉള്ളൂ.